അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നതിന് സാധിക്കും. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന അടിയന്റെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. കാരുണ്യവനായ കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് മർമ്മങ്ങളെ സംസാരിപ്പാൻ കർത്താവിനെ സഹായിക്കണം, അനുഗ്രഹിക്കണം. വചനം കേൾക്കുന്നതായ പ്രിയമുള്ളവരെയും സ്വർഗനാഥന്റെ കരങ്ങളിൽ സമർപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും എന്റെ കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കണം. ഇതാ ഞങ്ങളെ തന്നെ പൊടിയോളം താഴ്ത്തി കല്ലേൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ അല്പസമയം ഇതാ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ഹൃദയം സൂക്ഷിക്കണം, മാനവും മോശവും എടുക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ കൂടാരം, അതിൽ ആ പാത്രമാണ് അല്ലേ? ദൈവത്തിന്റെ കൂടാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ രാജ്യം സ്വർഗത്തിൽ അല്ലേ? യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ശ്രദ്ധിച്ചോടെ, ദൈവത്തിന്റെ രാജ്യത്തില് ആരൊക്കെ വസിക്കും എന്നുള്ളതാണ്. നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെയുള്ളവരായിരിക്കും ദൈവത്തിന്റെ രാജ്യത്തില് വസിക്കുന്നത് എന്ന് പറയുകയാണ് അല്ലേ? എന്താണ് കുരള? വ്യവസായത്തിലുള്ള വാക്കാണ്. കുരള പറയാതെ ഇരിക്കുന്നത്. എന്താണ് കുരള? എന്താ കുരള? ആർക്കൊന്നും വാക്കുകൾ ഏഷൻ അറിയില്ല. കുരള ഞാനിത് ആദ്യം കേൾക്കണം ഈ വാക്കുകൾ. കുരള എന്താണ്? ഏച്ചണി. അത് പറയാതിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യാദികളൊക്കെ ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുക. എവിടെ? വേദപുസ്തകത്തിൽ. ഇത് നമ്മൾ തുറന്നു നോക്കാത്തത് കൊണ്ട് നമുക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല അല്ലേ? അപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിൽ വസിക്കണമെങ്കിൽ കുരള പറയാതിരിക്കണം, ഏച്ചണി പറയാതിരിക്കണം. ഏച്ചണി പറഞ്ഞ് നടക്കുന്നവരെ ദൈവത്തിന് വേണ്ട, ദൈവരാജ്യത്തിനും വേണ്ട. ഒരിക്കൽ കൂടി വായിക്കാം, ഓർത്തോ. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും ചെയ്യാതെയും ഇരിക്കുന്നവൻ. എന്നിട്ടും അങ്ങനെയുള്ളതായ വ്യക്തികൾ മാത്രമേ ദൈവത്തിന്റെ രാജ്യത്തില് വസിക്കുകയുള്ളൂ. സാധാരണ ചില ആളുകൾ കുരള പറയാതിരിക്കാന്നൊക്കെ നമുക്ക് സാധിക്കും അല്ലേ? 2-3 ദിവസമൊക്കെ ആഹാരം കഴിക്കാറുണ്ടല്ലോ, എന്ത് ചെയ്യും? സുഖമായിട്ട് കിടന്നു. പക്ഷേ ഒരു ദിവസം കുരള പറയാതെ, അതായത് ഏച്ചണി പറയാതെ കിടക്കുക എന്നത്, ഏച്ചണി പറയാതെ കിടന്നുറങ്ങുന്ന എന്നുള്ളതായ ആ ഒരു രീതി ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ് അല്ലേ? എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ചില ആളുകളുടെ രീതിയാണ്. സ്വന്തം ഭവനത്തില് ധാരാളം ജോലി കിടക്കുകയാണ്. ഒരു വീട്ടില് ഒരു ദിവസം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ജോലി
ജോലിയുണ്ട് ചെയ്യുന്നവർക്ക്, അല്ലേ? ധാരാളം ജോലി. അവർക്ക് ഒന്ന് ശരിക്കും റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജോലിയുണ്ട്. ശരി, ആളുകളുണ്ട് സ്വന്തം ഭവനത്തില് എത്ര ജോലി കിടന്നാലും എന്ത് ചെയ്യും? തൊട്ടടുത്ത ഭവനത്തിലേക്ക് പോകും. എന്തിനു വേണ്ടി? ഒരു പറയാം, അല്ലേ? സ്വന്തം ഭവനത്തില് ഒത്തിരി ജോലികളുണ്ട്. പക്ഷെ അത് ചെയ്യാതെ എന്ത് ചെയ്യും? മറ്റൊരു ഭവനത്തില് ഏറ്റവുമായി കടന്നു പോകുന്ന ആളുകള് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു കാരണവശാലും ആരും നമ്മുടെ ഭവനത്തിൽ വന്ന് ഏക്ഷണി പറയുന്ന അനുവദിക്കരുത്. ദുഷിപ്പിക്കുക എന്നത് ആരുടെ രീതിയാണ്? പിശാചിന്റെ സ്വഭാവമാണ്. നമ്മുടെ ഭവനത്തില് ഒരു വ്യക്തി വന്ന് ഏക്ഷണി പറയുമ്പോൾ കൂടെ ആരെന്താണ് സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ? പറ പറ വീണ്ടും പറ പറ മറന്നുപോലെ ഓർപ്പിച്ചു വീണ്ടും വീണ്ടും ചെയ്യാൻ പറയാൻ വേണ്ടി ഓർപ്പിക്കും, അല്ലേ? പറയുന്നതോ നമ്മുടെ സഹോദരങ്ങളുടെ കാര്യമായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് പറയുന്നത്. പിശാച് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സാത്താൻ നമ്മുടെ ഭവനത്തിൽ എന്ത് ചെയ്യും? വാസം ചെയ്യും. നമ്മൾ അവന് സപ്പോർട്ട് ചെയ്യും, അല്ലേ? നമ്മൾ അങ്ങനെയോ, ഇവൻ ഇങ്ങനെയോ, അവൾ അങ്ങനെയോ, നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഒരു കാരണവശാലും ദൈവമക്കളുടെ ഭവനത്തിന് മറ്റാരെയും വരുത്തി പറയരുത്. ഉരുള പറയുന്നത് ഏക്ഷണി പറയിപ്പിക്കരുത്. ഏക്ഷണി പറയുന്ന വ്യക്തി ദൈവരാജ്യം അവകാശമാക്കിയില്ല. നമ്മൾ പറയരുത്, വേറെ ചെയ്യരുത്. നമ്മുടെ ഭവനത്തിലെത്തി പറയുവാൻ അനുവദിക്കരുത്. പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ നമ്മുടെ ഭവനത്തിൽ എന്തെങ്കിലും വാസം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്ത് ചെയ്യണം? നമ്മുടെ വായും നാക്കും ഒക്കെ അടയ്ക്കണം. എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വേണം, അല്ലേ? നമ്മുടെ നാക്ക്, എന്റെ നാക്ക്, ഞാൻ എന്തും പറയും, ഞാനാണ് അതിനെ വൃത്തിയാക്കി സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എന്തും പറയും, എന്റെ നാക്കാണ്. ചില ആളുകളുടെ രീതിയാണ്, അല്ലേ? നമ്മുടെ നാക്ക് ആരെയും ഒന്നും പറയും, അങ്ങനെയൊന്നും പറയാൻ പറ്റുള്ളൂ. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നാം പറയുന്ന നിസ്സാര വാക്കിനും ദൈവത്തിൽ എത്തിയേണ്ടി വരും, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് എന്തും അറിയാവുന്ന വ്യാമോഹം ദൈവമക്കൾക്ക് പാടില്ല. അങ്ങനെ പാടുള്ളൂ എങ്കിൽ നീ ദൈവസന്നിധിയിൽ ചെയ്യേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മുടെ വായിൽ നാമൊക്കെ എന്ത് ചെയ്യണം? നമ്മളെ ദൈവമക്കൾ അടക്കി സൂക്ഷിക്കണം. എല്ലാവർക്കും ആവശ്യമാണ് ഈ അടക്കൽ. പക്ഷേ ഞാനിപ്പോ നിങ്ങളെ മാത്രം വിളിച്ച് പറയാം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നാം പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ദൈവദൂതന്മാർ, അല്ലേ? അതുകൊണ്ട് ചെയ്യണം, വായും നാക്കിനെ അടക്കി സൂക്ഷിക്കണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? 20-ന്റെ 16-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 16-ാമത്തെ വാക്യം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം, കള്ളത്തരം, കൂട്ടുകാരനെ കുറിച്ച് കള്ളത്തരം, കള്ളസാക്ഷ്യം പറയരുത്. ദൈവത്തിന് വന്ന് പറയാം, ഒരു കാരണത്തിൽ ഉയരുത്. നമ്മള് എന്താ ഏക്ഷണി പറയരുത്, കള്ളത്തരം പറയരുത്. ആരെ കുറിച്ച്? കൂട്ടുകാരനെ കുറിച്ച്. അവര് കൽപ്പനയായിട്ട് ദൈവം ചെയ്തു, മോശയ്ക്ക് എഴുതി നൽകി. ആരനുസരിക്കുമെന്നൊക്കെ വേണം, നമ്മൾ അനുസരിക്കാനൊക്കെ വേണം, അല്ലേ? നാം ഓരോരുത്തരും അനുസരിക്കാനൊക്കെ വേണം. സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കൽപ്പന കൊടുത്തപ്പോൾ ഇതുകൂടി അവർ ചെയ്തു, ചേർത്തെഴുതി കൊടുത്തു. എന്താ? കൂട്ടുകാരനെ ചെയ്ത് കൂട്ടുകാരനെ കുറിച്ച് കള്ളസാക്ഷ്യം പറയരുതില്ല. നിങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ലെന്നായിരിക്കും നമ്മുടെ ചിന്ത, അല്ലേ? ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ലായിരുന്നു. ആരും കേൾക്കുന്നില്ലേ? ആരും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, അല്ലേ? നീ കിടക്കുന്നതും നീ എഴുന്നേൽക്കുന്നതും നീ സംസാരിക്കുന്നതും എല്ലാം ആരറിയുന്നു? ദൈവം അറിയുന്നു. അതുകൊണ്ട് ദൈവം അറിയാതെ ഒരു മനുഷ്യനും ഒരു കാര്യവും ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമല്ല. ഒരു ദിവസം നീ ചെയ്യുന്നതായ സകല കാര്യാദികളും ആര് അറിയുന്നു? ദൈവം അറിയുന്നു. അതിനാദ്യം നമ്മൾ മറ്റുള്ള ജനങ്ങളിൽ നിന്ന്, മറ്റുള്ളതായ വ്യക്തികളിൽ നിന്ന്, ദൂഷ്യമായ വ്യക്തികളിൽ നിന്ന് നമ്മൾ അകന്ന് സൂക്ഷിക്കണം. അതുകൊണ്ട് ഏക്ഷണി പറഞ്ഞ് നടക്കരുത്, ആരെ കുറിച്ചും ഏക്ഷണി പറഞ്ഞ് നടക്കരുത് എന്ന്
തുടർന്നാൽ ഭാഗത്ത് വായിച്ചേ 18 വായിച്ചേ. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 7 ചെടി പറഞ്ഞുകൊണ്ടത് നടക്കരുത്. ആരെ കുറിച്ച് മേശയ്ക്ക് പറയരുത് അല്ലേ? ആരെ? നിന്റെ ജനത്തിന്റെ ഇടയില് 7 ചെടി പറഞ്ഞു നടക്കരുത്. കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്. ഞാൻ യഹോവയാകുന്നു. നോക്കണം, കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറഞ്ഞു നടക്കരുത്. നിന്റെ ഏഷണി മൂലം ഒരു മനുഷ്യൻ മരിക്കുമെന്നൊക്കെ ഇടയായിത്തീരും അല്ലേ? ചില ആളുകളുടെ ഈ ഏഷണി പറച്ചിൽ മൂലം അനേകം ആളുകൾക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഏഷണി പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? നമ്മുടെ ഹൃദയത്തെ കുത്തി തുളച്ചു കഴിയുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ ഉണ്ട്. അതുകൊണ്ട് ആരെ കുറിച്ച് ഏഷണി പറയരുത്. നിന്റെ സഹോദരൻ നിന്റെ ഏഷണി മൂലം മരിക്കുന്നത് ഒരു കൂട്ടേടി അല്ലെ? ഒരാളുടെ വായിൽ ഒരു വാക്ക് മതി ഒരു സമൂഹീയനായിട്ട് ഇളകാനായിട്ട് പ്രശ്നക്കാരായി മാറുന്നതാണ്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ആരെ കുറിച്ചും ഏഷണി പറഞ്ഞു നടക്കരുത് എന്ന് വേദപുസ്തകത്തെ പഠിപ്പിക്കുക. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കണം. ആരെ കുറിച്ചും എന്ത് ചെയ്യരുത്? ഏഷണി പറഞ്ഞു നടക്കരുത്. നീ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന് നീ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തില് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഏഷണി പറഞ്ഞ് നടക്കരുത്. 18 വായിച്ച സഹോദരനെ നിന്റെ ഹൃദയത്തിൽ നീ ദ്വേഷിക്കരുത്. കൂട്ടുകാരന്റെ പാപം കൂട്ടുകാരനെ കുറിച്ചാണ് യേശു പറയുന്നത്. അവന്റെ പാപം നിന്റെ തലമേൽ വരാതിരിക്കാൻ തക്കവണ്ണം അവനെ നീ താല്പര്യമായി ശാസിക്കണം. താല്പര്യമായി അവനെ നമുക്ക് വേണം അല്ലേ? സ്നേഹത്തോടെ ശാസിക്കുന്നുണ്ട് അല്ലേ? സ്നേഹത്തോടെ ശാസിക്കുന്നുണ്ട്, അല്ലാതെ ശാസിക്കുന്നുണ്ട് അല്ലേ? അല്ലേ? ഉണ്ട്. അപ്പൊ വേണം കൂട്ടുകാരനെ അവന്റെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തക്കവണ്ണം സ്നേഹത്തോടെ വേണം. പ്രതികാരം ചെയ്യരുത്. നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്. നിന്റെ ജനത്തിന്റെ മക്കളോട് നീ പക വയ്ക്കരുത്. കൂട്ടുകാരൻ ചെയ്യണം, നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവയാകും. സ്നേഹത്തിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അല്ലേ? സ്നേഹം എന്നതായ വാക്കില് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുമെന്നൊക്കെ നമുക്ക് സാധിക്കും അല്ലേ? നാം മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്ത് സ്നേഹം തിരികെ വാങ്ങുമെന്നൊക്കെ സാധിക്കണം. നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതേ നമുക്ക് ചെയ്തുള്ളൂ തിരിച്ചു കിട്ടും. നമ്മൾ പകയും വിദ്വേഷം വെറുപ്പുമാണ് ഒരു മനുഷ്യന് കൊടുക്കുന്നതെങ്കിൽ അത് തന്നെ നമുക്ക് എന്ത് ചെയ്യും? അവരിൽ തിരിച്ചു ലഭിക്കും. നമ്മൾ സ്നേഹമാണ് കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും? തിരികെ ലഭിക്കുവാനിടയായിരിക്കും. അതുകൊണ്ട് സ്നേഹത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹിക്കണം നമുക്ക് സാധിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ നേടുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും പറയുന്നത് ഏഷണിക്കാരന്റെ വാക്കെന്ന് പറയുന്നത് സ്വാദുഭോജനമാണ് അല്ലേ? ഒരു ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ എല്ലാവരും ഭക്ഷിക്കും. ഏഷണിക്കാരൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഏഷണിക്കാരൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഏഷണിക്കാരന്റെ വാക്ക് ചെയ്യും സ്വാദ് ഭക്ഷണം പോലെ നമ്മൾ എല്ലാവരും ഭക്ഷിക്കും. ദൈവത്തിന്റെ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. സദൃശവാക്യം 26-ാം അധ്യായം. സദൃശവാക്യങ്ങള് 26-ാം അധ്യായം 20 മുതൽ 28 ഭാഗം ഒന്ന് നിർത്തി വായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏഷണിക്കാരനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ആലോചിക്കുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാ വിറകില്ലാഞ്ഞ വിറകില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തീ അങ്ങോട്ട് കെട്ടുപോകും. പിന്നെ എന്താ? നുണയൻ. ആ വാക്ക് നോക്കണം. വേദപുസ്തകത്തിലുള്ളതായ വാക്ക് നുണയൻ ഇല്ലാഞ്ഞാൽ എന്തില്ലാതാകും? കലക്കം, വഴക്കം ഇല്ലാതാകും. അപ്പോ നുണയനില്ലെങ്കിൽ വിറകില്ലെങ്കിൽ തീ കെട്ടുപോകും. പക്ഷേ നുണയനില്ലെങ്കിലോ വഴക്കുമില്ല. നുണയനില്ലാത്തതൊന്നുമില്ല, വഴക്കമില്ല. പിന്നെ എന്ന പോലെ ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം
വേറെ എന്ത് പറയാനോ ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു ആരുടെയെങ്കിലും ഏറ്റവും നമ്മളോട് പറയുന്നുവെങ്കിൽ നമ്മള് നല്ലൊരു മധുരമുള്ള പായസം കുടിക്കുമ്പോൾ നമ്മളത് കേട്ടുകൊണ്ടിരിക്കും. അല്ലേ? ഞാൻ പറയുന്നതല്ലേ സ്വാദഭോജനം പോലെ മതിയും ഏറ്റെടുക്കാതിന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കും. പിന്നെ എന്താ പറയുന്നത്? അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. പിന്നെ സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും വെള്ളിക്കിടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു. പിന്നെ 22 വായിക്കും. 28 വരെ. 28 വായിക്കും. പകയ്ക്കുന്നവൻ അധരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതുർ സംഭരിച്ചു വയ്ക്കുന്നു. ഇവനിങ്ങനെ പറയുമെങ്കിലും അവന്റെ ഉള്ളിൽ ചതിവ് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വാദഭോജനം ഭക്ഷിക്കുന്നതായി നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെ? ഈ ഇങ്ങനെ ഇത് നുണ പറയുന്നതായ വ്യക്തികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവന്റെ മുഖഭാവം ആ നിമിഷം വെച്ച് മാറി മാറി വരുന്നതാണ്. നിങ്ങൾ തിരിച്ചു പറയരുത്. നിമിഷ നേരം കൊണ്ട് ചെയ്യും ഒരുപാട് ഭാവങ്ങൾ അവന് മാറി മാറി നമുക്ക് കാണാൻ പറ്റുന്ന സാധിക്കും. അല്ലേ? പിശാച് അവനെ കൊണ്ട് ചെയ്യിക്കുക, പറയിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം. അവനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യരുത്? കൂടുതൽ നമ്മുടെ രഹസ്യമൊന്നും പറയാൻ പറ്റണം. പോയാൽ എന്ത് ചെയ്യും? ദേശത്തിൽ മേലെന്ത് ചെയ്യും? നമുക്ക് ദുഷ്പേരുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഭവനത്തില് ഇങ്ങനെയുള്ളതായ വ്യക്തികളെ ഏറ്റവും വരുന്നതായ വ്യക്തികൾ എന്ത് ചെയ്യുന്നത്? ഒരിക്കലും ഏറ്റുകഴിഞ്ഞാൽ അവിടെ അവരോടൊപ്പം വസിക്കുന്ന ആരാണ്? പിശാചാണ്. ഓർക്കണേ. 22 വായിച്ചോ. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ കേൾക്കാൻ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. പറയുന്നു അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവന്റെ ഹൃദയത്തിൽ 7 വെറുപ്പുണ്ട്. അവൻ ഇമ്പമായി സംസാരിക്കുമെങ്കിലും അവന്റെ ഹൃദയത്തിൽ 7 വെറുപ്പുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, ആരും ഏറ്റവും നടക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആരോട് ഏഷണി പറയുകയും വരുന്നത്? നമ്മുടെ ഭവനത്തിലേക്ക് ആരും ഏഷണി പറയാനൊക്കെ അനുവദിക്കുകയും വരുന്നത്. അവസരം നമ്മൾ കൊടുക്കുന്നുകൊണ്ടാണ് അറിയുന്നത്, പറഞ്ഞിട്ട് പോകുന്നു. അല്ലേ? അപ്പോ സൂക്ഷിക്കേണ്ടതായ കാര്യം, ഏഷണി വരുന്നവരെ അകറ്റി നിർത്തുക. ആർക്കുമെതിരെ ഭൂഷണം എഴുതരുത്, പറയരുത്. 3-ാം അധ്യായം 2-5 ഭാഗം വായിക്കുമ്പോൾ ആർക്കും എതിരെ ഭൂഷണം പറയരുത്. ആർക്കുമെതിരെ ദൂഷണം പറയരുത്. 3-ാം അധ്യായം 2-5 വാക്യം. ഇതൊക്കെ ഉള്ള കാര്യമാണ്. 3-ാം അധ്യായം 2-5 വരെ. 3-ാം അധ്യായം 2-5 വരെ എന്താ പറയുന്നത്? ആരെ കൊണ്ട് ദൂഷണം പറയാതെയും കരുണിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. പൂർണ്ണമായ സൗമ്യത നമ്മളിലുണ്ടായിരിക്കണം. അത് ദൈവിക ഭാവമാണ്. അത് നമ്മളിലുണ്ടായിരിക്കണം. ആരോടും സ്നേഹമായി ഇടപെടുവാനുള്ളതായ ആ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ദൈവങ്ങളെ മുമ്പേ നാമം ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത പ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പോൾ കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ദൂഷ്യം നടക്കാനല്ല. ദൈവം നമുക്ക് വായു നൽകിയിരിക്കുന്നത്, നാവ് നൽകിയിരിക്കുന്നത് ആരുടെയും ദൂഷണം പറയുവാനല്ല. ഇതിനെന്തിനു വേണ്ടിയാണ്? ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനാണ് നിനക്ക് ദൈവം നാമം നൽകിയിരിക്കുന്നത്. ദൂഷണം പറയാൻ ഓർമ്മിച്ചേക്കും. അങ്ങനെ നീ പറയുന്നെങ്കിൽ നീ ദൈവത്തിന്റെ രാജ്യത്തില് കാണുകയില്ല എന്ന് പഠിപ്പിക്കും. അല്ലേ? അന്യനെ ഒരിക്കലും ചെയ്യരുത്, നമ്മൾ ദുഷിക്കരുത്, ദൂഷണം പറയരുത് എന്ന് യാക്കോബ്
അന്യോന്യം എന്ത് ചെയ്ത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അന്യോന്യം ദുഷിച്ചേ അടങ്ങും എന്നുള്ള ഭാവത്തിലാണ്. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. ആരെ കുറിച്ചും സഹോദരനെ സൂക്ഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ എന്താണെന്നറിയാമോ? സഹോദരനെ ദുഷിക്കുകയും പകയ്ക്കുകയും ചെയ്യുന്നവൻ ചെയ്യുന്നു ന്യായ പ്രമാണത്തെ. എന്താണ്? ദൈവത്തിന്റെ കൽപ്പന അല്ലേ? ദൈവത്തിന്റെ കൽപ്പനയെ ചെയ്യുന്നു, അതിനെയാണ് ദുഷിക്കുന്നത്. സഹോദരൻ ദുഷിക്കുന്നവൻ ദൈവത്തിന്റെ കൽപ്പനയാണ് ദുഷിക്കുന്നത്. ഓർത്ത് വെച്ചേക്കണം. എന്നിട്ടോ ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ നീ വിധിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവൻ അത്രേ. മതി. ന്യായപ്രമാണത്തെ നീ വിധിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ വിധിക്കുന്നതായി മാറുന്നുവെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ദൈവം മനുഷ്യന് അനുസരിക്കാൻ നൽകിയിരിക്കുന്നതായ ന്യായപ്രമാണത്തെ നീ വിധിക്കുകയാണ് അല്ലെ? നിന്റെ സഹോദരനെ ദുഷിക്കുമ്പോൾ, അവനെ കുറിച്ച് ഏച്ചടി പറയുമ്പോൾ നീ ന്യായപ്രമാണത്തെ ചെയ്യുന്നു, ദുഷിക്കുക. അത് അരുത്. മതിയാക്കുക, നിർത്തുക അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവ കൃപ ഉള്ളവരായിട്ട് ജീവിക്കാൻ തക്കണം നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ ഒരാളെ ദുഷിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നു, സ്വാഭാവികം പോലെ ദുഷിക്കുകയാണ്. എന്തിനാണ് ദുഷിക്കുന്നത്? ദൈവത്തിന്റെ ന്യായപ്രമാണത്തെയാണ് ചെയ്യുന്നത്, ദുഷിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനയാണ് നമ്മൾ ദുഷിക്കുന്നത്. ദൈവം അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റവും നടക്കാതിരിക്കാതെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം അല്ലേ? നീ പറയുന്നതായ നിസ്സാര വാക്കിന് പോലും ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇത് നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സ്വഭാവം നമ്മൾ ഉണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ നിർത്തേണ്ടതായ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഏച്ചണിക്കാരൻ മരണയോഗ്യനായിട്ട് നീയും മാറും. ഏച്ചണിക്കാരനെയും മരിക്കാൻ നുണയന് യഹോവയുടെ കൂടാരത്തില് സ്ഥാനമില്ല. നുണയന് ഒരിക്കലും യഹോവയുടെ രാജ്യത്തില് പ്രവേശനം ഇല്ല എന്ന് നമുക്ക് കാണാൻ തക്കുന്ന സാധിക്കും. അതിനാൽ പ്രിയമുള്ള ദൈവത്തിന്റെ സേന, ദൈവത്തിന്റെ സന്നിധിയിൽ സ്നേഹമനോഭാവത്തില് എളിമയുടെ ഭാവത്തില് ജീവിക്കാൻ തക്കുന്നത് നമുക്ക് സാധിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലേ? എന്റേതാണ് എല്ലാം. ഇത് ഈ ശരീരം നമ്മുടേതാണ്. ഈ ശരീരത്തിലുള്ളതാണ് ആർക്കും അല്ലേ? ഇത് നമ്മുടേതാണ്. നമ്മളിത് ആരാണ്? കാര്യസ്ഥൻ മാത്രമാണ്, സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. ഇതുപോലും നമ്മുടേതല്ല അല്ലേ? അതുകൊണ്ട് നിനക്കാരുടെയും കാര്യം പറയുവാൻ നീ യോഗ്യൻ. ഒരു വാക്യം കൂടി, അപ്പൊ എന്റെ സമയമാണ്. ഒരു വാക്യം കൂടി വായിച്ചു നിർത്തുമെന്നൊക്കെ ആഗ്രഹിക്കുക. യെശയ്യാവ് 33:14-15 വാക്യം. യെശയ്യാവ് പുസ്തകം 33:14-15 വാക്യം എന്താ പറയുന്നത്? നമ്മൾ ആര് ജ്വലിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും. പിന്നെ എങ്ങനെ? നിത്യജനങ്ങളുടെ അടുക്കല് പാർക്കും. നീതിയായി നടന്ന് നേർ പറയണം. നീതിയായി നടന്ന് കള്ളത്തരം പറയല്ല, നീതിയായി നടന്ന് നേർ പറയണം. പിന്നെ മതി. ഇങ്ങനെയുള്ളതായ വ്യക്തികൾ ചെയ്യും ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് ദൈവത്തിന് ഹിതകരമല്ലാത്തതായ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശേഷിക്കുന്നുവെങ്കിൽ അവ ദൈവത്തിന് ഏറ്റവും പറഞ്ഞ് അനുദവിച്ച് പശ്ചാത്തലം ചെയ്യണം. ഒരുക്കുന്നതായിട്ട് നമുക്ക് സാധിക്കണം. 15-ാം സങ്കീർത്തനം വ്യക്തമായിട്ട് പറയുന്നു, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കണം.
ഏറ്റെടുപ്പ് നടക്കുന്നതായ ഒരു വ്യക്തിയില്ല, അവിടെ പാർക്കയില്ല. യേശുവിനെ കൊണ്ട് ഒരു നന്മയും നിനക്ക് ലഭ്യമായി തരും. നിന്റെ വിശുദ്ധ ഭഗവത്തിൽ ആവസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നത് ചെയ്യും ദൈവത്തിന്റെ രാജ്യത്തില്. അതിനാൽ സത്യമുള്ളവരായി സത്യം സംസാരിക്കുന്നവരായി യേശുവിനെ പറയാറ് ദൈവസന്നിധിയില് എളിമയോടെ താഴ്മയോടെ ജീവിച്ച് ദൈവത്തിന് മഹത്വം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം പറയുന്നതായ നിസ്സാര വാക്കിന് പോലും എന്തെങ്കിലും വരും, കണക്ക് കൊടുക്കേണ്ടി വരും. അതിനാൽ ദൈവസന്നിധിയിൽ സ്നേഹമുള്ളവരായി സന്തോഷമുള്ളവരായി ജീവിച്ച് കർത്താവിന്റെ വരവിനെ ഉന്നതപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.